തൗഹീദുള്ളവരെ, സലഫികളെ, ഒരിക്കലും പരുഷന്മാരാവാതിരിക്കുക പ്രബോധനത്തിൽ. നിന്റെ പ്രബോധനം കേൾക്കുന്നവർ നിനക്ക് അവരോടുള്ള നസീഹത്ത് തിരിച്ചറിയട്ടെ. സുബ്ഹാനല്ലാഹ് ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വജ്അൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമ മിൻ ഖശിയത്തി റഹ്മാനി ബാക്കിയതാനി. പ്രബോധനം നടത്തുന്ന ആളുടെ അവസ്ഥയാണത്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് രണ്ട് കണ്ണുകളാണ്, നിന്റെ രണ്ട് കണ്ണീർ ചാലുകൾ നിനക്കുണ്ടായിരിക്കട്ടെ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന രണ്ട് കണ്ണീർ ചാലുകൾ. എന്തുകൊണ്ടാണ്? ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും ഫൽ ഖൽബു ബൈന അസാബി റഹ്മാൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, നീ ഉപദേശിച്ചു കൊടുക്കുന്ന ആളുണ്ടല്ലോ, നീ ശിർക്കിലാണ്, നീ ചെയ്യുന്ന തെറ്റാണ്, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആളുണ്ട്, ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നെ ആക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയമെന്ന് നീ ഓർക്കുക. നീ ദഅവത്ത് നടത്തുന്ന ഒരാളോട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും അവനെ ചെറുതാക്കി കണ്ട് അവന് നിനക്കൊക്കെ എന്ത് വിവരം ഉണ്ടടാ, നീ എത്ര കാലമായി, നിനക്കൊക്കെ എന്താ അറിയാം, ഞാൻ കണ്ടില്ലേ എന്ന് നീ ഒരിക്കലും പറയരുത്. കാരണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇതുള്ളത്. ഇത് ആർക്കാണ് നഷ്ടപ്പെടുക, ആർക്കാണ് ലഭിക്കുക എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ തയ്യാറായിരുന്ന അബൂ താലിബ് നരകത്തിലാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉപദ്രവങ്ങളുമായി വാളുകൊണ്ട് ആക്രമിക്കാൻ വന്ന അബൂ സുഫിയാനും സുഹൈലുമെല്ലാം സഹാബിമാരാണ് റളിയല്ലാഹു അൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിശ്ചയിച്ചത് ഒരാൾക്കാണ്, ഹിദായത്ത് നിശ്ചയിക്കാതിരുന്ന മറ്റു ചിലർക്കാണ്. എങ്ങനെയാണ് നിനക്ക് എൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ദഅവത്ത് ചെയ്യുന്നവർ എപ്പോഴും, പ്രത്യേകിച്ച് തൗഹീദിൻ്റെ ആളുകൾ, ഈ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട്